ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പിമോളെ ചേർത്ത് പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇഷിത ആൻറ്റി ചിപ്പി ബോത്ത് ആർ ഫ്രണ്ട്സ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ ആ സമയത്താണ് കുഞ്ഞ ഫോട്ടോ കാണുന്നത്. ഫോട്ടോയിൽ ഡാഡിയുടെ പടത്തിന് എന്തിനാണ് കരി തേച്ചത് എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുകയാണ്. ആ ഫോട്ടോ മഹേഷിൻ്റെ ആണെന്ന് കൊച്ചിന് മനസ്സിലായി കേട്ടോ. ഇഷിത് ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുക. മോളുടെ ഡാഡി പാവമല്ലേ, പിന്നെ എന്താ ഞാൻ കരി തേച്ചത്? അതെ, ഈ ചിത്രം കൊള്ളില്ലായിരുന്നു, വേറെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സൂപ്പർ ചിത്രം വരയ്ക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും പ്രിയാമണിയും നമ്മുടെ സുചിത്രയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വന്നു. ചിപ്പി സൗഖ്യമാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉങ്ങൾക്ക് സൗഖ്യമാ എന്ന് കൊച്ചും തിരിച്ചു ചോദിച്ചു. ആമാ, അതെ ചിപ്പി മോൾക്ക് പാലെടുക്കട്ടെ? മോള് പാല് കുടിച്ചു, വീട്ടിൽ പറയാതെ ഇപ്പോൾ വന്നിരിക്കുന്നതല്ലേ എന്ന് പ്രിയാമണി ചോദിച്ചപ്പോൾ അതെ, അന്നാ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും, മോള് ചെല്ല്. എന്തായാലും പോകാൻ തുടങ്ങിയ ചിപ്പിമോള് തിരിഞ്ഞു വന്നിട്ട് ഫ്രണ്ട് ബായ്, വിശുദ്ധയാണെങ്കിൽ ചെന്ന് കൊച്ചിന് ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും മോൾക്ക് പറയുമ്പോൾ ദേഷ്യം ഉണ്ടാകും, പക്ഷേ ഇത് ഇച്ചിരി അധികമല്ലേ മോളെ എന്ന് പ്രിയാമണി ഇങ്ങനെ ചോദിക്കുക. ചിപ്പി നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷേ അവളോടുള്ള ഇഷ്ടവും ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. മോൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നതാണ് ദൈവം ചിപ്പിയെ. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാം, എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവൾക്കൊരമ്മയുണ്ട്. ചിപ്പിക്ക് വേണ്ടത് അമ്മയുടെ സ്നേഹമാണ്. ചിപ്പി അമ്മ വരുമ്പോൾ മോളോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇല്ലാണ്ടാകും, അത് നിന്നെ ഒരു സങ്കടത്തിൽ ആഴ്ത്തും എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുചിത്രയും പറയാ, ശരിയാട്ടോ ചേച്ചി, ചേച്ചിക്ക് ദേഷ്യമൊന്നും തോന്നണ്ട, ഈ ഒരു സ്നേഹം ഒരു ഇച്ചിരി അധികമല്ലേ. കൊച്ച് വളരും, കൊച്ച് വളർന്നു കഴിയുമ്പോൾ കൊച്ചിനെ ആളെ തിരിച്ചറിയാറാകും. കൊച്ചന്നേരം ചിലപ്പോൾ ഇവിടുന്ന് പോയി എന്നും വരും. ഈ ഒരു സ്നേഹം അന്ന് കാട്ടിയില്ലെങ്കിൽ ചേച്ചിക്ക് അത് വലിയ സങ്കടമാവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങൾക്കറിയോ, ഞാൻ ചിപ്പിയുടെ കൈ പിടിച്ചിരിക്കുകയല്ല, ചിപ്പി എൻ്റെ കൈയും പിടിച്ചിരിക്കുകയാണ്. അതവൾ വിടണം. ഇപ്പം തന്നെ അവൾ എന്തിനാ വന്നത്? അവരെല്ലാവരും എന്നെ ശകാരിക്കുന്നു, അതവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവൾക്കത് സഹിക്കാൻ പറ്റില്ല. ചിപ്പി അനാഥയല്ല, ചിപ്പിക്ക് ഡാഡിയുണ്ട്, ചിപ്പിക്ക് അച്ഛമ്മയും അച്ചച്ചയും എല്ലാവരും ഉണ്ട്. എന്നിട്ട് സങ്കടം വരുമ്പോൾ ചിപ്പി എന്തിനാ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്? എന്തുകൊണ്ട്? ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളെ തുടയ്ക്കാനും ഉമ്മ വയ്ക്കാനും എന്താ അവൾക്ക് തോന്നിയത്? ചിപ്പിയുടെ കണ്ണുകൾ നനയുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കുന്നത് എന്താ എന്നൊക്കെ ഇഷിത ഇങ്ങനെ ചോദിക്കാട്ടോ. ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളാണ് എന്ന് പ്രിയാമണിക്കും സുചിത്രയ്ക്കും മനസ്സിലായി. ദൈവം കൊണ്ട് തന്നതാ എനിക്ക് എൻ്റെ ചിപ്പിയെ, ദൈവം കൊണ്ട് തന്നത് എനിക്കറിയാം. അപ്പോൾ സുചിത്ര പറഞ്ഞു, 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ അമ്മമാർ പറയാറുണ്ട്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതിലും വലിയ ബന്ധമാണ്, ആ അമ്മയെക്കാളും വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എല്ലാം സംഭവിച്ചു പോകുന്നത് എല്ലാം. ഇതൊക്കെ ഉണ്ടല്ലോ കേട്ടുകൊണ്ട് സങ്കടത്തോടു കൂടി ഇഷിതയുടെ അമ്മയും സുചിത്രയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ആകാശം രചനയും കൂടിയിട്ട് ക്യാരംസൊക്കെ കളിക്കുക. ക്യാരംസ് കളിക്കുമ്പോൾ പോലും ലക്ഷ്യം മഹേഷ് തന്നെയാണ്. റെഡ് കോയിൻ മഹേഷും അതിനോടൊപ്പമുള്ള വൈറ്റ് കോയിൻ ചിപ്പിയും. മഹേഷിനെ മാത്രം വീഴ്ത്തിയാൽ പോരാ, ഒപ്പം ചിപ്പിയെയും വീഴ്ത്തണം, നീ ട്രൈ ചെയ്യ രചന എന്ന് പറഞ്ഞു. രചന റെഡ് വീഴ്ത്തി, പക്ഷേ വൈറ്റ് വീഴ്ത്താൻ പറ്റുന്നില്ല, നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ആകാശ് വൈറ്റും വീഴ്ത്തി. കണ്ടോ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് നോക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് പ്ലാൻ ഞാനേ ചിപ്പി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ചിപ്പി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ചിപ്പി ഒരു ചോദ്യം ചോദിക്കും, ഞാൻ നിൻ്റെ ആരാണ് എന്ന്. നമുക്കിതുവരെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല, അതെന്തുകൊണ്ടാണ്? നീ എന്നും ഈ മഹേഷിൻ്റെ ഭാര്യയായിട്ട്, മഹേഷ് ഉപേക്ഷിച്ച് ഭാര്യയായിട്ട് തുടരാൻ കാരണം എന്താ? ആ ഡിവോഴ്സ് പൂർണ്ണമായിട്ട് നടക്കാത്തത് കൊണ്ട്. എന്നാലല്ലേ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. അപ്പോൾ അതാണ് ചോദിച്ചത്, എന്താണ് നെക്സ്റ്റ് പരിഹാരമെന്ന്. എന്തായാലും വരട്ടെ, അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ഇഷിതയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, അതുമാത്രം പോരല്ലോ, ഒരു നിയമ നടപടി വേണമല്ലോ. അതാണ് അടുത്ത പ്ലാൻ. അപ്പോഴേക്കും മൃണാളിനി അങ്ങോട്ടേക്ക് വന്നു. മൃണാളിനി വന്നതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇഷിത ഒരിക്കലും തയ്യാറായിരുന്നില്ല മഹേഷിനെ തള്ളി പറയാനായിട്ട്. മാത്രമല്ല ഇഷിതയും മഹേഷും ഇഷിതയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നുമില്ല. പക്ഷേ അപ്പം രചന പറഞ്ഞു, ആ ഇൻ്റർവ്യൂ ഞങ്ങളും കേട്ടതാണല്ലോ. പക്ഷേ രചനയെക്കുറിച്ച് മഹേഷ് പറഞ്ഞതല്ല, ഇഷിതയെക്കുറിച്ച് ആണ് എന്ന് ഇഷിത തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ആ രീതിയിലാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും നമ്മൾക്ക് അടുത്ത പടിയായിട്ട് നാളെ തന്നെ ചില മൂവ്മെൻറ്റ്സ് നടത്തണം. അറ്റ് പ്രസൻറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മഹേഷിന് കുഞ്ഞിനെ വളർത്താൻ അറിയില്ല എന്ന്. അതിൽ ഏറ്റവും പ്രധാനം
ചൈൽഡ് വെൽഫെയർ അറിയുന്ന ഡോക്ടർ ഇഷിതയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തായാലും അത് പ്രസൻറ്റ് ചെയ്താൽ ബാലാവകാശ കമ്മീഷനിൽ നിന്ന് ഒരു ഓർഡർ മേടിക്കാൻ പറ്റില്ലേ? യെസ്, അതിനുവേണ്ടി മറ്റൊരു ഡ്രാമ കൂടി പ്ലാൻ ചെയ്യുകയാണ്. സംഗതി കുറച്ച് ചീപ്പാണ്. മഹേഷിൻ്റെ വീടിന് മുന്നിൽ, ഓഫീസിന് മുന്നിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കവലകളിലൊക്കെ വനിതാ പ്രവർത്തകരുടെ ഒരു പ്രകടനം, അത് നമുക്ക് സെറ്റാക്കണം. ചിപ്പിയെ അവളുടെ അമ്മയെ ഏൽപ്പിക്കുക എന്ന മുദ്രാവാക്യം. ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്കാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. ചീപ്പ് പ്ലാനാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആകാശ്, കുറച്ച് കാശൊക്കെ ചിലവാകും, എത്ര വേണോ ചിലവാക്കാൻ, നോ പ്രോബ്ലം. എൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്തായാലും ഇഷിത തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ബോധ്യമായാൽ ഇഷിത ചിലപ്പോൾ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചിപ്പിയെ കിട്ടുക അത്ര നിസ്സാര കാര്യമല്ല കേട്ടോ എന്ന് മൃണാളിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കൊരു സങ്കടം. മഹേഷിനെ തോൽപ്പിക്കാൻ ചിപ്പി അവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ആകാശ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറുമാണ് നമ്മുടെ ആകാശ്. ഇതേ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയി. മഹേഷിൻ്റെ വീടാണ്. മഹേഷ് ഇതുവരെ എഴുന്നേറ്റില്ലേ? അപ്പോൾ രാമനിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. മഞ്ജിമയുണ്ട്. മഞ്ജിമയും സ്വപ്നവല്ലിയും കൂടെ അടുക്കളയിലാണ്. ഇതെന്താ മഹേഷ് ഇതുവരെ എഴുന്നേറ്റില്ലേ? രാത്രി വളരെ വൈകിയാ ഉറങ്ങിയെന്ന് തോന്നുന്നു. കുഞ്ഞിനെ നോക്കാൻ അറിയില്ല എന്ന് ആ ഡോക്ടർ കള്ളി പറഞ്ഞല്ലോ, അതവന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. രാമൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പത്രം വായിക്കുക. ചിലപ്പോൾ ചിപ്പിയുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു ജോലിക്കാരുടെ കൂടെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കൂടെയാണ് ഈ ചിപ്പിമോൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നലെ മഹേഷിൻ്റെ കൂടെ കിടത്തി ഉറക്കി. മഹേഷ് രാവിലെ കുറച്ച് വൈകി എഴുന്നേക്കാനായിട്ട് ഇപ്പം ചിപ്പിമോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. മോളെ എഴുന്നേക്ക്, നേരെ ഒത്തിരി വൈകി എഴുന്നേക്ക്. അങ്ങനെ ചിപ്പി എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഡാഡി എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിപ്പിക്കുട്ടി എന്നും പറഞ്ഞ് കുഞ്ഞിനെ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അച്ഛൻ്റെ ചക്കരക്കുട്ടി. ഡാഡി ഇപ്പോൾ ഹാപ്പി ഡാഡിയാണല്ലോ. ഡാഡി ചിപ്പിയുടെ സൂപ്പർ ഡാഡി ആകാൻ പോവാ കേട്ടോ. ഐ ലവ് യു ഡാഡി, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഉമ്മ കൊടുത്തു. ഗുഡ് മോർണിംഗ് അച്ചച്ചാ എന്ന് പറഞ്ഞ് ചിപ്പിമോള് വന്നിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൊടുക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. ഗുഡ് മോർണിംഗ്. അപ്പോഴേക്കും ചിപ്പി വന്നേ. അപ്പോൾ ചിപ്പീനെ മഹേഷ് വന്നെടുത്തു കേട്ടോ. ഇതെന്താ പുതിയൊരു ശീലങ്ങൾ? കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ? ആനപ്പുറത്ത് കയറിയോ? ഇനി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ഡാഡി ഇപ്പം മോളുടെ സൂപ്പർ ഡാഡിയാ എന്നും പറഞ്ഞ് കൊച്ച് മഹേഷിൻ്റെ തോളിൽ കയറി ഇങ്ങനെ ഇരിക്കുക. എന്തായാലും കുടുംബക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിന് ശേഷം കുളിക്കാനായിട്ട് പോവുകയാണ് കൊച്ച്. വേഗം കുളിച്ചോ, കഴിയുമ്പോൾ ഡാഡിയെ വിളിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കൊച്ച് കുളിക്കാൻ പോയി. അപ്പോഴേക്കും മഹേഷ് വന്നപ്പോഴേക്കും കൊച്ചിൻ്റെ പാലെവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചു. അതേ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ സ്വപ്നവല്ലി. എന്നിട്ട് പത്രത്തിൽ എന്താ വെച്ചാൽ പ്രധാന വാർത്ത? 3 സ്ത്രീ പീഡന വാർത്തയും മയക്കുമരുന്ന് കള്ളക്കടത്ത് വാർത്തയും. എന്നാൽ പിന്നെ ടി വി ഓൺ ചെയ്യണ്ട, ടി വിക്കകത്തും അത് തന്നെയായിരിക്കും. അപ്പോഴേക്കും കൊച്ചു വിളിച്ചു കേട്ടോ. അപ്പോൾ ഇവൻ അങ്ങോട്ടേക്ക് ചെന്ന് കൊച്ചിനെ ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കൊച്ചിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക. കൊച്ചിന് വാരി കൊടുക്കുന്നു, കൊച്ചിനെ ഒരുക്കുന്നു, കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നു. ചിപ്പിമോളെ, നമ്മൾ വൈകുന്നേരം ഔട്ടിങ്ങിന് പോവും, സിനിമയ്ക്ക് പോവും, ബീച്ചിൽ പോവും. ഡാഡി നേരത്തെ വരാം, എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം കേട്ടോ. യെസ്, ഡാഡി ഇപ്പോൾ സൂപ്പർ ഡാഡി ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ചിപ്പിമോൾക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പോണതിന് മുമ്പ് മഹേഷ്. മാത്രമല്ല മഹേഷിനും ചിപ്പിമോൾ ഉമ്മ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ണ് നിറഞ്ഞ് സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഡാഡി പോയിട്ട് കേട്ടോ, മോളുടെ സ്കൂൾ ബസ് വരുമ്പോൾ അച്ഛമ്മ കൊണ്ടുവിടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങ് ഇറങ്ങിപ്പോവാം. എന്തായാലും സ്വപ്നമോവല്ലിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. മോളോട് ചോദിച്ചു, ഹാപ്പിയാണോ മോളേന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ഹാപ്പി. അച്ഛമ്മ എന്തിനാ കരയുന്നത്? അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, ഒത്തിരി സന്തോഷം വന്നുകൊണ്ടാണ് അച്ഛമ്മയുടെ കണ്ണ് നിറഞ്ഞത്. നമുക്ക് സ്കൂളിൽ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. എന്തായാലും നമ്മുടെ ഇഷിതയും മഹേഷും കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക്. ഇഷിത കുറച്ച് മുന്നേ, തൊട്ടു പുറകെ മഹേഷ്. ഇഷിതയാണെങ്കിൽ മഹേഷ് പുറകെ വരുന്ന കണ്ടില്ല. ഇഷിതയുടെ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് തോന്നി ഇഷിത ബാഗ് തപ്പിയപ്പോൾ ഇഷിതയുടെ ഫോണല്ല, തൊട്ടു പുറകിൽ വന്ന മഹേഷിൻ്റെ ഫോണാണ് ബെല്ലടിച്ചത്. ഇവർ രണ്ടുപേരും കാറിനടുത്ത് എത്തി കേട്ടോ. അപ്പോഴേക്കും മഹേഷ് ഫോണിൽ സംസാരിക്കുകയാണ്. എടാ മഹേഷേ, അതെ, നീ വലിയ കോട്ട് സൂട്ടിട്ട മാന്യനാവുമെന്ന് നിന്നോടാരാ പറഞ്ഞത്?
തന്നെപ്പോലൊരു വിവരദോഷിയല്ല. ഡോക്ടർ ഇഷിത പറയുന്നതൊക്കെ ഞാൻ കേട്ടു. തൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണില്ലേ, മകളെ വളർത്താൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തൂടെ എന്നൊക്കെ മഹേഷിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും മഹേഷിന് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് തൊട്ടരികിൽ നിൽക്കുന്ന ഈശ്വരിയെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. ഈശ്വരിയാണെങ്കിൽ ഇവൻ്റെ നോട്ടം കണ്ടിട്ട് പതുക്കെ തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും മഹേഷ് കോള് കട്ട് ചെയ്തു. അപ്പോഴാണെങ്കിൽ പ്രതിഷേധം വനിതകളുടെ പ്രതിഷേധം, കേരള വനിതാ അസോസിയേഷൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് പ്രകടനമായിട്ട് ദാ വരുന്നു. ചിപ്പിമോളുടെ അമ്മ എവിടെ? ചിപ്പിമോൾക്ക് അമ്മയെ തിരിച്ചു ഏൽപ്പിക്കുക, ചിപ്പിമോളെ അമ്മയെ ഏൽപ്പിക്കുക, മഹേഷ് ചന്ദ്രൻ നീതി പാലിക്കുക, ഇങ്ങനെ കുറേ പ്രകടനമായിട്ടാണ് വരുന്നത്. ചിപ്പിമോളെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാരണം നോക്കി പൊട്ടിക്കും, വനിതാ കമ്മീഷൻ ഇടപെടും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവസാനം ഇത് കണ്ടുകൊണ്ട് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എൻ്റെ പൊന്നും മോനെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് സെക്യൂരിറ്റി എന്തായാലും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഈ പ്രകടനക്കാരെ. സ്വപ്നവല്ലി എന്നിട്ട് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, എൻ്റെ മകൻ പാവ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചിപ്പി മോളെ വിട്ടുകൊടുക്കണം, പീഡിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങളുടെ മകനോട് പറയൂ കുഞ്ഞിനെ അതിൻ്റെ അമ്മയെ ഏൽപ്പിക്കാനായിട്ട്. മഹേഷ് ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് ചെല്ലുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതെ, ആരാ പറഞ്ഞത് എൻ്റെ മകള് നല്ല രീതിയിലല്ല ഞാൻ എൻ്റെ മകളെ വളർത്തുന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇന്നലെ ഇൻ്റർവ്യൂ കണ്ടവർക്കൊക്കെ അറിയാലോ. പെട്ടെന്ന് നമ്മുടെ മഹേഷ് ഈശ്വരിയെ നോക്കുക കേട്ടോ. കേരള ഒട്ടുക്ക വനിതാ അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുഞ്ഞിന് നീതി കിട്ടണം. ഇതേ സമയം മഹേഷിനോട് ഓഫീസിൽ നിന്നും വിവേകും വിളിച്ചു പറഞ്ഞു. അവിടെ ഓഫീസിന് മുന്നിൽ വനിതാ സംഘടനകളുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വനിതാ സംഘങ്ങളെ ആകാശ് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഞങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ക്യാഷ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ എന്തായാലും ഞങ്ങൾ അത്യാവശ്യം പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ പിരിയുകയാണിപ്പോൾ എന്ന് വനിതാ അസോസിയേഷൻകാർ പറഞ്ഞു. നമുക്ക് എന്തായാലും ഇന്നത്തെ എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് ആ വനിതാ സംഘടനകളുടെ നേതാവ് എല്ലാവരെയും പിരിച്ചു വിട്ടു കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെയുണ്ടോ വനിതകൾ, സ്ത്രീകളുടെ പേര് കളയാനായിട്ട്. എന്തായാലും മഹേഷ് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് 2 എണ്ണം സംസാരിക്കണമെന്ന് തോന്നി ഇഷിതയോട്. ഇഷിതയാണെങ്കിൽ മഹേഷിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടാൽ നിന്നെ ഞാൻ കൊല്ലും, എന്നെ ഇല്ലാതാക്കിയിട്ട് നീ എങ്ങനെ ജീവിക്കണ്ടടി എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇഷിതയാണ് തറഞ്ഞു നിന്ന് പോയിട്ടോ. മഹേഷിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണമൊന്നും ഇഷിത പ്രതീക്ഷിച്ചേ ഇല്ല. എന്തായാലും നമ്മുടെ ഇഷിത ആ വണ്ടി കയറി അവളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഇഷിതയെ കാത്ത് അവിടെ ഒരാളുണ്ടായിരുന്നു, ശോഭിയുടെ ഭാര്യ, ചക്കി മോളുടെ അമ്മ. ഇഷിത വന്നിറങ്ങി ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇഷിത അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുക. ഹസീനയെ കണ്ട്, ഹസീന എന്താ? ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാ, എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അതിനിപ്പോൾ എന്താ എന്നും പറഞ്ഞിട്ട് ഈ ശോഭിയുടെ ഭാര്യയും കൊണ്ടിട്ട് ഹസീനയും കൊണ്ടിട്ട് ഇഷിത തൻ്റെ ക്യാബിനിലേക്ക് പോവാം. പറയൂ ഹസീന, ഞാൻ നേരത്തെയും എൻ്റെ മകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവളെ കൂടി എനിക്ക് നഷ്ടമായാൽ ഞാൻ ശൂന്യതയിലാകും, എനിക്കതിനാവില്ല. ചക്കിയിലൂടെയാണ് ഞാനിപ്പോൾ ശ്വസിക്കുന്നത്. എനിക്ക് ഏക പ്രതീക്ഷ ചക്കിയാണ്. എന്തിനാണ് നിങ്ങൾ അവളെ വേട്ടയാടുന്നത്? സ്കൂളിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഹസീന, ഞാൻ അടുത്തറിയുന്ന ശോഭി മകളോട് സ്നേഹമുള്ളൊരു അച്ഛനാണ്. ഞാൻ അടുത്തറിഞ്ഞതിനപ്പുറം എന്താ അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയാം? ശോഭിയുടെ ക്യാരക്ടർ ഞാൻ അറിഞ്ഞതിനപ്പുറം മറ്റാർക്കറിയുക? അഴിമതിക്കെതിരെ പോരാടിയ പത്രപ്രവർത്തനങ്ങളല്ലേ ഭരണപക്ഷത്തിൻ്റെ ശത്രുവായിരുന്നില്ലേ? ശോഭി ആരെയും രക്ഷിക്കുക അല്ലല്ലോ ചെയ്തത്. ശോഭി എല്ലാവരെയും രക്ഷിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ പഴയ കഥ. ശോഭി അങ്ങനെ ആയിരുന്നു, പോരാളിയായിരുന്നു. ഭരണവർഗത്തെ ഒരിക്കൽ പോലും ഭയന്നിട്ടില്ലാത്ത പോരാളി തന്നെയായിരുന്നു. പക്ഷേ ആ പോരാളിയുടെ മനസ്സിനൊപ്പം സഞ്ചരിച്ചിരുന്നവളാണ് ഞാൻ. ശോഭി ആ യുദ്ധത്തിൽ മരണമടഞ്ഞാൽ അതും ഞാൻ നേരിടാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ ധീര പോരാളി ഒരു പെണ്ണിനെതിരെ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. അത് ഹസീന വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാതിരിക്കാൻ എന്താ കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും സ്വന്തം ഭാര്യ പോലും അയാളെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. നിസ്സഹായമാണ് ഇവിടെ ഇഷിത. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോഗി, താങ്ക് യു.